ഇവിടെ ഒരു പുതിയ തലമുറ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടന്നൊരു നിയോജകമണ്ഡലമാണ് പാല. ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ചെറുപ്പക്കാർ വിദേശത്തോട്ട് പോകുന്നത്. ഞാൻ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അവരോട്, വരുന്ന 10 വർഷക്കാലത്തിനുള്ളിൽ അവർക്ക് തിരിച്ചു പാലായിലെത്തി അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം പാലായി സൃഷ്ടിക്കും. അത് കാർഷിക മേഖലയിൽ, IT രംഗത്ത്, ടൂറിസം രംഗത്ത് ഒക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, വിദേശത്തുനിന്ന് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്ര ചെറുപ്പക്കാർ ഇവിടെ എത്തി നിങ്ങൾ കണക്കെടുത്ത് നോക്കി. ഈ FCR ആയിരുന്നു നിങ്ങൾക്കെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം. ഇന്നലെയും ഈ പറഞ്ഞ പോലെ ഇന്ന് കഴിഞ്ഞ ദിവസവും ഒറീസയിൽ കന്യാസ്ത്രീകളൊക്കെ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആശങ്ക? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെയൊക്കെ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനുള്ളിൽ ഷോൺ ജോർജ് ഇടപെട്ട പോലെ മറ്റാരെങ്കിലും കാണിക്കാൻ കഴിയുമവർക്ക്? പത്രപ്രസ്താവന കൊടുക്കുന്നതിനപ്പുറം ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട ഷോൺ ജോർജ് ആണ്. അത് മാത്രമല്ല, BJP എനിക്ക് നൽകിയ വലിയ സ്വാതന്ത്ര്യമല്ലേ അതിലിട്ട് ഇടപെടാൻ കഴിഞ്ഞത്. അത് മുനമ്പം വിഷയത്തിലാകട്ടെ, ഛത്തീസ്ഗഡ് വിഷയത്തിലാകട്ടെ, പള്ളുരുത്തി വിഷയത്തിലാകട്ടെ, കളമശ്ശേരിയിലെ പ്രശ്നത്തിലാകട്ടെ, താമരശ്ശേരിയിലെ പ്രശ്നത്തിലാകട്ടെ, ഇവിടെ എല്ലാം ഷോൺ ജോർജ് ഇടപെടാൻ കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോട്ടെ, എന്തു ചെയ്തു? ഇപ്പൊ പറയട്ടെ, ജോസ് കെ മാണി പറയുന്നത് ഭയങ്കര ക്രൈസ്തവ സ്നേഹം വിളമ്പാണ്. എന്തു ചെയ്യാൻ കഴിഞ്ഞു? അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, ഒരു 20 വർഷമായുള്ള അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഈ 20 വർഷത്തിനിടയിൽ എന്തു ചെയ്യാൻ കഴിഞ്ഞു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 250 രൂപ റബ്ബർ വാഗ്ദാനം കൊടുത്തു അല്ലേ? അദ്ദേഹം പാലായി തോറ്റെങ്കിലും ഭരിക്കുന്ന മുന്നണിയുടെ നേതാവായിട്ടായിരുന്നേ. എന്തുകൊണ്ട് അതെവിടെ പോയി? പാലായിൽ മലങ്കരയിൽ നിന്നും കുടിവെള്ളം എത്തിക്കാന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ കുടിവെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? ഈ മീനച്ചിലാറ്റിൽ കൂടെ ഒരു തുള്ളി വെള്ളം ഒഴുക്കാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഇറിഗേഷൻ വകുപ്പ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായ മന്ത്രിയുള്ളത്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ വികസനത്തെ കുറിച്ച് പറയാ. ജലജീവൻ മിഷൻ പദ്ധതിയുടെ മുഴുവൻ പണവും കേന്ദ്ര സർക്കാരിൽ നിന്നും കൈപ്പറ്റി 10% വീട്ടിലെങ്കിലും ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുക. ഇത് ഇവിടുത്തെ മുത്തൂരിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹം പറയും, എത്ര ദയനീയമായിട്ടാണ് ഇവരുടെ വകുപ്പുകൾ പരാജയപ്പെട്ടത്. പാലായുടെ എന്ത് ആത്മാർത്ഥയാണ് ഇവർ കാണിച്ചത്? ട്രിപ്പിൾ പേര് പറഞ്ഞു. ആ ട്രിപ്പിൾ ഐറ്റിയുടെ 1 രൂപയുടെ ബില്ല് പോലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാറിയതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ജോസ് കെ മാണി കാണിച്ച പോലെ മാണി സി കാപ്പൻ MLA ആയിരിക്കുന്നതുകൊണ്ട് വിരോധം, ഈ നാട്ടിൽ വികസനം വേണ്ടെന്ന് മോദി സർക്കാർ തീരുമാനിച്ചായിരുന്നെങ്കിൽ ട്രിപ്പിൾ ഐറ്റി ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോ നമ്മള് എല്ലാവരോടും ഒരേ കാഴ്ചപ്പാടിൽ മോദി സർക്കാർ പോയപ്പോ പാലായോട് കൃത്യമായി വിരോധം കാണിച്ചു. ഏതാണ്? 50 വർഷം ആ കുടുംബത്തെ തീറ്റിപ്പറ്റിയ പാലായോടാണ് ഇത് കാണിച്ചത്. 50 വർഷം KM മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരിനെ വളർത്തിയെടുത്ത പാലായോടാണ് വിരോധം കാണിച്ചത്. മാനസികാപ്പൻ എന്താ ചെയ്തത്? ഇലക്ഷൻ ആയാലും പറഞ്ഞു എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇത് ആദ്യം പറഞ്ഞുകൂടായിരുന്നു. ജനം കൂടെ കൂടിയാണല്ലോ അദ്ദേഹത്തിനൂടെ.